ഇനി നമ്മൾ 21ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഇക്വേഷൻ ഓഫ് 2 ഡയമീറ്റേഴ്സ് ഓഫ് എ സർക്കിൾ ആർ 2x minus 3y equal to 5 and 3x minus 4y equal to 7. The line joining the point minus 22 by 7, minus 4 and minus 1 by 7 and 3 intersect the circle at only one point P alpha beta, then 17 beta minus alpha is equal to എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഇതൊരു മിക്സഡ് കോൺസെപ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നോക്കാം. ഡയമീറ്റർ ഓഫ് ദി സർക്കിളിന്റെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇക്വേഷൻ ഓഫ് 2 ഡയമീറ്റേഴ്സ് ഓഫ് ദി സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് രണ്ട് ഇക്വേഷൻസ്. 2x minus 3y equal to 5 അല്ലേ. 2x minus 3y equal to 5 എന്നൊരു ഇക്വേഷൻ. ദെൻ അടുത്തത് 3x minus 4y equal to 7. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എക്സും വൈയും കിട്ടും. ആ എക്സും വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആയിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവനെ നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഈക്വേറ്റ് ചെയ്യുന്നു. 6x minus 9y equal to നമുക്ക് 15 വരും. ദെൻ ഇത് വരുമ്പോഴത്തേക്കും 6x minus 8y equal to 14 വരും. ദെൻ നമ്മൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? minus y equal to 1 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു y equal to minus 1 നമുക്ക് കിട്ടും. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഉള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 2x plus 3 ഈക്വൽ ടു 5 എന്ന് വരും. ദെൻ 2x ഈക്വൽ ടു നമുക്ക് 2 എന്ന് വരും. ദെൻ x ഈക്വൽ ടു നമുക്ക് 2/2 1 എന്ന് വരും. അപ്പോൾ എക്സും വൈയും നമുക്ക് കിട്ടിയ എത്രയാണ്? x, y എന്ന് പറയുന്നത് നമുക്ക് 1, -1 എന്ന് വരും. ഈ 1, -1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആണ് അല്ലെ. സെന്റർ ഓഫ് ദി സർക്കിൾ ആണ്. ഓക്കെ, സെന്റർ ഓഫ് ദി സർക്കിൾ ആണ്. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇനി പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് സർക്കിൾ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം സർക്കിൾ വരയ്ക്കുന്നു. ദെൻ സർക്കിൾ വിത്ത് സെന്റർ ഇപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത്? ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് 1 - 1 ആണ്. ദെൻ അടുത്ത് എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്, രണ്ട് പോയിന്റ് വെച്ച് ലൈൻ ജോയിൻ ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ദ സർക്കിൾ അറ്റ് ഓൺലി വൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അത് ടാൻജന്റ് തന്നെയല്ലേ? ഇതിലെ കൂടെ പാസ് ചെയ്യുന്ന ഒരു ടാൻജന്റ്, ഒരു ഒറ്റ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നുള്ളത് അത് ടാൻജന്റ് വരയ്ക്കുകയാണ് അല്ലേ. അപ്പോൾ രണ്ട് പോയിന്റ്സ് നമുക്കുണ്ട്. നമ്മുടെ പോയിന്റ്സ് നമുക്ക് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ കോർഡിനേറ്റ്? -22 by 7 അതുപോലെ തന്നെ എന്താണ്? -4 ഇതെന്താണ് വരുന്നത്? -1 by 7, -1 by 7, 3 ആണ്. ഈ ഒരു സിംഗിൾ പോയിന്റ്. ഇതാണ് നമ്മുടെ പി ഓഫ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ആൽഫ ബീറ്റ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആൻസറിലേക്ക് എത്താൻ എളുപ്പമല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു മക്കളെ. ഇത് ഇനി ചെയ്യാൻ എന്താണ് നമ്മുടെ എളുപ്പ വഴി? നമുക്ക് വളരെ എളുപ്പമാണ്. എന്താണ് ഇത് രണ്ടും? ഇവൻ നമുക്ക് വേണമെങ്കിൽ എ ബി എന്ന് വേണം പേര് കൊടുക്കാം. ഇത് നമുക്ക് എ ബി എന്ന് നെയിമിങ് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ. ഈ എ ബി എന്ന് പറഞ്ഞ കോർഡിനേറ്റ് എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷനും നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണല്ലോ നമുക്ക് എന്ത് വരുന്നത്? ആൽഫയും ബീറ്റയും വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ദെൻ ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. അത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് ആൽഫ ബീറ്റ കിട്ടും. സിമ്പിൾ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ഈ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്ത് വരടാ? എം എ ബി ആണ് അല്ലേ. എം എ ബി ഈക്വൽ ടു നോക്കിയാൽ മക്കളെ y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ്. അപ്പോൾ 3 ഇത് x1 y1 ഇങ്ങനെ പേര് കൊടുക്കുക. x1 y1 ദെൻ ഇത് x2 ഇത് y2. ഓക്കെ, അപ്പോൾ y2 - y1 എന്ന് പറയുമ്പോഴത്തേന് 3 - -4. അപ്പോൾ അത് എത്ര വരും? 7 വരും. ഡിവൈഡഡ് ബൈ -1 by 7 -22 by 7 എന്ന് പറയുമ്പോഴത്തേന് +22 by 7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 7/21 by 7 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് 7 × 7/21 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ സ്ലോപ്പ് എത്ര വരും? 7/3 എന്ന് വരും. ഓക്കെ, അപ്പം ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയത്? 7/3. അങ്ങനെയാണെങ്കിൽ ഈ ലൈനും പെർപെൻഡിക്കുലർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് m1 × m2 -1 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കിട്ടിയ മറ്റേ ലൈനിന്റെ സ്ലോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ ഇതിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് m1 × m2 -1 എന്നുള്ള രീതിയിൽ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈനിന്റെ ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇക്വേഷൻ ഓഫ് ലൈൻ എ ബി ആണ് ഞാൻ അടുത്ത് എഴുതാൻ പോകുന്നത് കേട്ടോ. ഇക്വേഷൻ ഓഫ് ലൈൻ എ ബി. ഓക്കെ, എ ബിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം y - y1 ഈക്വൽ ടു m × x - x1 അല്ലേ. അപ്പം നമുക്ക് y - y1 ഇവിടെ എത്രയാണ്? -4 ആണ്. അപ്പം y
പ്ലസ് 4 ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ എത്രയാണ് 7/3. ദെൻ എക്സ് മൈനസ് x1 എത്രയാണ് പ്ലസ് 22/7 ആകും അത് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ഇക്വേഷൻ ഓഫ് ലൈൻ എ ബി. ഇവനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. ഓക്കെ, ഒന്ന് നോർമൽ ഇതിലേക്കൊന്ന് മാറ്റാം. അപ്പം 3y പ്ലസ് 12 ഈക്വൽ ടു 7x പ്ലസ് 22 എന്ന് കിട്ടും. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് 7x മൈനസ് 3y പ്ലസ് 10 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ലൈൻ എ ബി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇക്വേഷൻ ഓഫ് ലൈൻ എന്ത് വേണം? ദിസ് സി പി അല്ലെ. അപ്പൊ അത് രണ്ടും കണ്ടുപിടിച്ച് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ സെറ്റ് ആൻസർ കിട്ടി അല്ലെ. അപ്പൊ ഇനി അടുത്തത് ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് വേണം അല്ലെ, എം സി പി. ഓക്കെ, എം സി പി നമുക്ക് എത്രയാണ് മക്കളെ വരുന്നത്? സ്ലോപ്പ് ഓഫ് എം സി പി എന്ന് പറയാം. എം സി പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടും പെർപെൻഡിക്കുലർ ആണ് അല്ലെ. അപ്പം ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ എത്ര കിട്ടിയത്? ഇതിന്റെ ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് 7/3 ആണെന്നുണ്ടെങ്കിൽ എം സി പി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കണം? -3/7 ആയാലേ അത് രണ്ടും പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടുള്ളൂ അല്ലെ. അപ്പം എം സി പി എന്ന് പറയുന്നത് -3/7 ആയിരിക്കും. ഓക്കെ, ക്ലിയർ. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് -3/7. അതെങ്ങനെ കിട്ടിയെന്ന് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ക്ലിയർ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓക്കെ. ഇനി നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതാം. അപ്പൊ എങ്ങനെ ഇക്വേഷൻ എഴുതുന്നത്? y മൈനസ് y1 അല്ലെ. y മൈനസ് y1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ്. അപ്പം that is +1. then slope എന്ന് പറഞ്ഞാൽ -3/7. then x മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. then ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം എന്ത് വരും? 7y പ്ലസ് 7 ഈക്വൽ ടു -3x പ്ലസ് 3 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7y പ്ലസ് 3x പ്ലസ് 4 അല്ലെ, +4 ഈക്വൽ ടു 0. അപ്പൊ അത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് അതിന് 3x പ്ലസ് 7y പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ. ശ്രദ്ധിച്ച് എഴുതണം. ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ഓക്കെ, 3x പ്ലസ് 7y പ്ലസ് 4 ഈക്വൽ ടു 2. ഇനി ഈ രണ്ട് ലൈനിന്റെ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. നമുക്ക് എക്സും വൈയും കിട്ടും. ആ എക്സും വൈ എന്ന് പറഞ്ഞാൽ ആൽഫയും ബീറ്റയും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങോട്ട് തന്നെ ചെയ്യാം. നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം മക്കളെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻസ് നോക്കിക്കേടാ ഏതൊക്കെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ 7x മൈനസ് 3y പ്ലസ് 10 ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3x പ്ലസ് 7y പ്ലസ് 4 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ സോൾവ് ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 21x മൈനസ് 9y ഈക്വൽ ടു -30. ദെൻ 21x പ്ലസ് 49y ഈക്വൽ ടു -28. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടൂടാ? -58y ഈക്വൽ ടു -2 എന്ന് വരും അല്ലെ. അപ്പൊ ഇതിനകത്ത് നിന്ന് y ഈക്വൽ ടു 2/58 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/29 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വാല്യൂ കിട്ടി 1/29 ആണ് കിട്ടുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, ഇത് നമ്മുടെ ബീറ്റയാണ്. ഓക്കെ, ബീറ്റയാണ് നമുക്കിപ്പോൾ കിട്ടിയ y എന്ന് പറയുന്നത് 1/29. ഇനി നമുക്ക് എന്ത് വേണം? ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ y ഈക്വൽ ടു 1/29 എന്നുള്ള വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എക്സും കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് -41 ഡിവൈഡഡ് ബൈ 29 എന്ന് കിട്ടും. ഓക്കെ, -41 ഡിവൈഡഡ് ബൈ 29 എന്ന് ആൻസർ കിട്ടും. അപ്പം ഇതാണ് ആൽഫയും ബീറ്റയും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് വേണ്ടത് എന്താണ്? 17 ബീറ്റ മൈനസ് ആൽഫയാണ് വേണ്ടത്. ഓക്കെ, 17 ബീറ്റ മൈനസ് ആൽഫ. അപ്പം 17 ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ 1/29 മൈനസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇപ്പം +41/29 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സിംപ്ലിഫൈ ചെയ്ത് 17 + 41 അല്ലെ. 17 + 41 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും? 29 എന്ന് വരും. അപ്പൊ നമുക്കിതറിയാം 58 ഡിവൈഡഡ് ബൈ 29 ആണ്. എന്നിട്ട് എത്രയാണ് മക്കളെ വരുന്നത്? 2 ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ 2 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ.